ഇപ്പോഴും അതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത കുറേ പേരുണ്ട്. അതായത് നാട്ടിൽ നിന്ന് ഇ വിസ എടുത്തിട്ട് ഇങ്ങോട്ട് വരാമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഒരു കുഴപ്പമില്ല, നാട്ടിലോട്ട് പോകാം, എന്ത് വേണേലും ചെയ്യാം, തിരിച്ചു വരാം, കുഴപ്പമില്ലല്ലോ എന്ന്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ ഡേറ്റ് 31 ഡിസംബർ 2024 ആണ്. അപ്പം ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ BRP എല്ലാം റീപ്ലേസ് ആയി ഇ വിസയിലോട്ട് അപ്ഡേറ്റ് ആവുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാണ് നമ്മുടെ UK ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കൺഫ്യൂഷൻ, കുറേ പേരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കുറേ വീഡിയോസ് കാരണവും ഒക്കെ നമുക്കൊരു സംശയം വന്നിട്ടുണ്ട്. ഇ വിസയെ പറ്റിയിട്ടൊരു കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കണം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നമ്മൾ മാക്സിമം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നോക്കും. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുവാണെങ്കിൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഡിസംബർ 31 2024 ആയിരുന്നു നമ്മുടെ BRP ഇ വിസയിലോട്ട് മാറ്റാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് വേറൊരു ഡേറ്റ് കയറി വന്നു. അതായത് UK ഗവൺമെൻറ് നമ്മുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് മാർച്ച് ലാസ്റ്റ് 2025 എന്നൊരു സംഭവം എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. UK ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ ഡയറക്റ്റ് നമ്മൾ കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും UK BRP ഇ വിസയിലോട്ട് മാറ്റുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മാറിയിട്ടില്ല. അത് ഡിസംബർ 31 2024 തന്നെയാണ്. അതായത് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ഈ ഒരു മാർച്ച് എന്നുള്ള ഡേറ്റ് ശരിക്കും വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ BRP വെച്ച് ട്രാവൽ ചെയ്യാം. അതായത് ഇ വിസ പ്രൂഫായിട്ട് ഇമിഗ്രേഷനിൽ കാണിക്കേണ്ട BRP തന്നെ, അതായത് ഓൾറെഡി എക്സ്പയർ ആകുന്ന BRP തന്നെ വെച്ച് നമുക്ക് 31 മാർച്ച് വരെ ടു ആൻഡ് ഫ്രോ UKയിലോട്ട് ട്രാവൽ ചെയ്യാം. അതാണ് ശരിക്കും അപ്ഡേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് കമൻറ്റിൽ വന്ന കോമൺ ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നെന്ന് വെച്ചാൽ, ഓൾറെഡി സ്റ്റുഡൻറ്റ് വിസയിലായിരുന്നു, അപ്പോൾ എന്നിട്ട് അവർ PSWയിലോട്ട് സ്വിച്ച് ചെയ്തു. ആ ടൈമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അക്കൗണ്ട് നമുക്ക് ഇപ്പോൾ കയറാനും പറ്റുന്നില്ല, പുതിയത് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ. അതായത് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇ വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു UKVI അക്കൗണ്ട് വേണം. അപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന ടൈമിൽ നമുക്കൊരു BRP ഉണ്ടല്ലോ. ഈ BRPയിലെ നമ്പർ ഓൾറെഡി എല്ലാവരുടെയും കയ്യിൽ അതിൻ്റെ BRPയുടെ നമ്പറിലും അറ്റ്ലീസ്റ്റ് കാണും. ഈ നമ്പർ യൂസ് ചെയ്ത് ഒന്ന് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു നോക്കും. അതായത് ചില സമയത്ത് നമ്മുടെ BRP പുതിയതിലോട്ട് അപ്ഡേറ്റ് ആയി കാണത്തില്ല വെബ്സൈറ്റിൽ. അതായിരിക്കും അതിൻ്റെ ഇഷ്യൂ വരുന്നത്. അതിനുശേഷം ഇപ്പം നമ്മൾ പഴയ BRP ത്രൂ ആണല്ലോ കയറി കഴിഞ്ഞ് നമ്മൾ ഈ വിസ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ലിങ്ക് ഉണ്ട്. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്ക് ത്രൂ നമുക്ക് പുതിയ BRPയുടെ നമ്പർ ആഡ് ചെയ്യായിരുന്നു. പക്ഷേ ഈ ടൈമിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസംബർ 31 കഴിഞ്ഞാൽ നമുക്ക് ഇ വിസ ത്രൂ നമുക്ക് ട്രാവൽ ചെയ്യാം. പിന്നെ പുതിയ BRP പഴയ BRP അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. അപ്പം ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ തേർഡ് ഡൗട്ട് എന്ന് വെച്ചാൽ iPhone മാത്രം വെച്ചിട്ടാണോ ഇത് ചെയ്യാൻ പറ്റുന്നത്? ഇതിപ്പോൾ കറക്റ്റ് ഈ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം iPhone അല്ല, NFC യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് ടാപ്പ് ചെയ്ത് നമ്മൾ പേ ചെയ്യുമല്ലോ. നമ്മളിവിടെ UKയിൽ എല്ലാവരും തന്നെ ഫോൺ ടാപ്പ് ചെയ്താണ് നമ്മൾ പേയ്മെൻ്റ് എല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാവുന്ന എല്ലാ ഫോണിലും NFC കാണും. ഈ NFC ഉള്ള ഫോൺ മാത്രമേ നമ്മുടെ BRPയിലെ ചിപ്പ് റീഡ് ചെയ്യത്തുള്ളൂ. അപ്പം iPhone മാത്രമല്ല, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള എല്ലാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോണുകളും നമുക്ക് NFC യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗവൺമെൻറ് വെബ്സൈറ്റ് ആപ്പും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ ആരുടെയും ഫോൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ആകെ ഒരു മാക്സിമം പോയാൽ 15 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പം ഫ്രണ്ട്സിൻ്റെ, നമുക്കിപ്പം നമ്മുടെ ഫോണിൽ NFC ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. ബാക്കിയുള്ള ആപ്ലിക്കേഷൻ എല്ലാം നമ്മുടെ മെയിൽ ത്രൂ ആണ്. അപ്പോൾ പിന്നെ നമുക്ക് ആ NFC ഫോണിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് UKയിൽ എത്തിയിട്ടുള്ളത്, ഇ വിസ അപ്ലൈ ചെയ്തു, പക്ഷേ അതിൻ്റെ കൺഫർമേഷൻ ഒന്നും അറിയില്ല, മുന്നോട്ടുള്ള ഡിസിഷൻ എന്താണെന്നൊന്നും അറിയില്ല എന്ന്. അങ്ങനെയുള്ള സ്ഥിതിയിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആപ്ലിക്കേഷൻ എല്ലാം സക്സസ്ഫുൾ ആയി, അതായത് നമ്മൾ എല്ലാം കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ പോയിന്റിൽ നമ്മൾ നമ്മുടെ മെയിൽ ID, ഏത് മെയിലാണോ നമ്മൾ ഇ വിസയ്ക്ക് വേണ്ടി കൊടുത്തത് ആ മെയിൽ IDയിൽ പോയി ചെക്ക് ചെയ്യുക. ഇതായത് യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ റിസീവ്ഡോ സക്സസ്ഫുള്ളോ എന്തെങ്കിലും പറഞ്ഞൊരു മെയിൽ അവർ വന്നിരിക്കും നമ്മൾ ചെയ്തതിൻ്റെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ. ആ മെയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെയും നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി നോക്കുക എവിടം വരെയായി നിങ്ങളുടെ പ്രോസസ്സ്. നമ്മൾ ചെയ്തത് ലാസ്റ്റ് സബ്മിഷൻ ബട്ടൺ നമ്മൾ ചിലപ്പോൾ ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ
പകുതിക്ക് വെച്ച് നിൽക്കുകയാണ് ആപ്ലിക്കേഷൻ. അതായിരിക്കാം നമുക്ക് കൺഫർമേഷൻ മെയിലൊന്നും വരാത്തത്. അപ്പോൾ കണ്ടിന്യൂസ് നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യുക. ഇൻ കേസ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കയറുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല അപ്ഡേറ്റ് ആയോ എന്ന്, നമുക്ക് മെയിലും വരുന്നില്ല, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ ഒരു UK ഇമിഗ്രേഷൻ്റെ മെയിൽ ID കൊടുത്തിരിക്കാം. അതിലോട്ട് നമ്മൾ ഒരു എൻക്വയറി, നമ്മുടെ കാര്യങ്ങൾ, നമ്മളെ ഇപ്പോൾ എന്താണ് BRP അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത് വെച്ചിരുന്ന ഒരു 5 to 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അവർ നമുക്ക് റിപ്ലൈ തരും. കാര്യം ലാസ്റ്റ് ടൈമാണ്, അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അറിയില്ല ഇതിനി എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്ന്. ഇതുവരെയും UK ഗവൺമെൻറ്റിൽ നിന്ന് യാതൊരു വേറെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നേരത്തെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ സെയിം പ്രോബ്ലം ആണ് ചിലവർക്ക് വരുന്നത്. അതായത് ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. എനിക്ക് കറക്റ്റ് ഫോം എന്താ ഇവർ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണെന്ന് തോന്നുന്നു. അതാണെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതോ ഒന്നെങ്കിൽ നമ്മുടെ മെയിൽ ID, നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൽ IDയിൽ ഓൾറെഡി ഒരു UKVI അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പഴയ ഏതെങ്കിലും വിസ പ്രോസസ്സിൻ്റെ ടൈമിൽ നമ്മുടെ മെയിൽ ID യൂസ് ചെയ്തിട്ടുണ്ട്. അതായിരിക്കാം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. അപ്പോൾ ആ മെയിൽ ID തന്നെ റിക്കവറി മെയിൽ ആയിട്ട് വെച്ച് നമുക്ക് പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ, ആ ഒരു ഓപ്ഷൻ പോലെ നമുക്ക് UKVIയിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് ബാക്കി പ്രൊസീജിയർ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ BRP ഉണ്ട്, പക്ഷേ പാസ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ വിസ അപ്ലൈ ചെയ്തത്. അതെന്ന് പറയുന്നത് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സക്സസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഈ 31 ഡിസംബറോടുകൂടി BRPയുടെ പരിപാടി തീർന്നു. നമുക്ക് വിസയും, അതായത് ഈ വിസയും പാസ്പോർട്ടും മാത്രം മതി നമുക്കിനി എങ്ങോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ. UK-ലോട്ടോ അല്ലെങ്കിൽ UK-യിൽ വെളിയിലോട്ടോ ട്രാവൽ ചെയ്യാൻ ഈ 2 കാര്യങ്ങൾ മാത്രം മതി. പിന്നെ BRPയുടെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഓൾറെഡി ചെയ്തത് സക്സസ്ഫുൾ ആണെങ്കിൽ നോ മാറ്റർ, ഇനി നമ്മൾ അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കമൻറ്റിലൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ട വേറൊരു ഭയങ്കരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് നമുക്ക് ഈ വിസ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ വിസ യൂസ് ചെയ്യാമെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സാധാരണ ഒരു ജോലിക്ക് പോകാൻ നേരത്ത് നമുക്കൊരു ഷെയർ കോഡ് എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ അതെങ്ങനെ എടുക്കുന്നത്, നമ്മുടെ BRP നമ്പർ, ഡേറ്റ് ഓഫ് ബർത്തും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു എനിക്ക് തോന്നുന്നൊരു 6 ഡിജിറ്റ് ഒരു കോഡ് കിട്ടില്ലേ, അതുപോലെ ഒരു കോഡ് നമുക്ക് ഈ വിസ ത്രൂവും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ വിസ നമ്മളൊരു ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. അപ്പം അതിൻ്റെ അകത്ത് കയറി ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിരിക്കാം നമ്മുടെ BRP, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിയുമ്പോൾ അവർ ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കാം. അതിൻ്റെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ കാണിക്കും, ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് കാണിക്കാനായിട്ട് ഒരു ഷെയർ കോഡ് ജനറേറ്റ് ചെയ്യാന്ന്. അപ്പോൾ അത് ജനറേറ്റ് ചെയ്ത് ആ ഷെയർ കോഡ് നമ്മൾ ഇമിഗ്രേഷൻ ഓഫീസിൽ, അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ BRP പണ്ട് നമ്മൾ പാസ്പോർട്ട് BRP കൊടുത്തിരുന്ന ടൈമിൽ കൊടുക്കുന്ന പോലെ ജസ്റ്റ് കൊടുത്താൽ മതി. അത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ ജനറേറ്റ് ആവുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കുറേ പേര് ട്രാവൽ ചെയ്തത്, ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ ഒരു സംശയം എന്ന് വെച്ചാൽ നമ്മളിത് കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന്. ഈ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിസ എന്ന് പറയുന്നത് ഓൾറെഡി UK-യിലെ ഇമിഗ്രേഷൻ ഉള്ളവർക്ക്, അതായത് UK-യിൽ ഏതെങ്കിലും രീതിയിൽ വിസ ഉള്ളവർക്കാണ് നമുക്ക് ഈ വിസ ഉള്ളത്. അത് ഫസ്റ്റ്, ഇപ്പോഴും അതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത കുറേ പേരുണ്ട്. അതായത് നാട്ടിൽ നിന്ന് ഈ വിസ എടുത്തിട്ട് ഇങ്ങോട്ട് വരാമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇനി ഈ ചോദിച്ചിരിക്കുന്നതിൻ്റെ വേറൊരു വശം എന്ന് വെച്ചാൽ നമ്മൾ UK-യിലായിരുന്നു, കുറച്ച് നാളത്തേക്ക് നാട്ടിൽ പോയി നിൽക്കുകയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിലുള്ളവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ റോമിംഗ് നമ്പർ അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന UK നമ്പർ എങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ OTP വരുമല്ലോ. അതെന്ന് പറയുന്നത് നിങ്ങളുടെ നമ്പറിലോട്ട് വേണ്ട, മെയിലിലോട്ട് വരാൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് OTP അറ്റ് ദ ടൈം നമ്മുടെ മെയിലിലോട്ട് വരും. അതനുസരിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ സാധാ പോലെ റെഗുലർ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ്റെ സെയിം സാധനമാണ്. BRP വെച്ച് കൊടുത്തു, കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടത്? BRP ഡീറ്റെയിൽസ് ഡു നോട്ട് മാച്ച്. ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കൊരു BRPയുടെ ഉണ്ടായിരുന്നെങ്കിൽ ആ BRPയുടെ നമ്പർ ജസ്റ്റ് വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. പഴയ BRPയുടെ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് കൊടുക്കുമ്പോൾ മോസ്റ്റ്ലി എല്ലാവർക്കും തന്നെ സംഭവം ഓക്കെ ആവാനാണ് സാധ്യത. പിന്നെ വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ നാട്ടിലോട്ട് പോകുന്നവർ മസ്റ്റായിട്ടും ഈ വിസ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പരിപാടിയെല്ലാം കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല, നാട്ടിലോട്ട് പോകാം, എന്ത് വേണേലും ചെയ്യാം, തിരിച്ചു വരാം, കുഴപ്പമില്ലല്ലോ എന്ന്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ BRP ആണ് നമ്മൾ ഈ വിസ ആക്കി മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് UK ഗവൺമെൻറ്റിൻ്റെ ഇമിഗ്രേഷനിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്, നമ്മുടെ പാസ്പോർട്ട്. ഈ പാസ്പോർട്ട് നമ്മുടെ ഈ വിസയുമായിട്ട് ലിങ്ക് ചെയ്യിക്കണം. അതിനായിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ UK
UKVA തന്നെ വെബ്സൈറ്റ് ആണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കറക്റ്റ് ഏതിൻ്റെയാണെന്ന് വെച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പം ആ ലിങ്ക് ത്രൂ നമ്മൾ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് യുവർ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് ഓർ ആഡ് യുവർ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ നമ്മുടെ സ്ക്രീൻഷോട്ട് സഹിതം കാണിക്കാം. അപ്പം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പാസ്പോർട്ട് നമ്പറും പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജ് ഫോട്ടോസും ബാക്കി കുറച്ച് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്, അതെല്ലാം കൊടുത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മെയിലിലോട്ട് ഒരു ഇത് വരും, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ പ്രോഗ്രസ് നമ്മൾ പറയാം എന്നും പറഞ്ഞൊരു മെയിൽ വരും. പക്ഷെ നമ്മൾ ഈ പ്രോഗ്രസ് ചിലപ്പം ചെക്ക് ചെയ്യാനൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ലിങ്ക് ആയോ എന്നറിയാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നാട്ടിലോട്ട് പോകാൻ നേരത്ത് ഷെയർ കോഡ് എടുക്കണമെന്ന്. ഈ ഷെയർ കോഡ് എടുക്കാൻ വേണ്ടി നമ്മൾ കയറുമ്പോൾ നമ്മൾ നേരത്തെ BRP കൊടുത്തിരുന്ന സ്ഥാനത്ത്, അതായത് ഏത് ഡോക്യുമെൻ്റ് ആണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സ്ഥാനത്ത് BRPക്ക് പകരം പാസ്പോർട്ട് കൊടുത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് അകത്തോട്ട് കയറാൻ പറ്റുന്നുണ്ടോ നോക്കാം. കയറി കഴിയുമ്പോൾ നമുക്ക് സാധാ രീതിയിലാണ് കാണിക്കുന്നതെങ്കിൽ ഓക്കെയാണ്, നിങ്ങളുടെ പാസ്പോർട്ട് ഇത് ഈ വിസയുമായിട്ട് ലിങ്ക് ആയി എന്നാണ് അർത്ഥം. അപ്പം ഇതൊരു ക്വിക്ക് വീഡിയോ ആയിരുന്നു. കാര്യം 31 ഡിസംബർ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് സ്പീഡിൽ കിട്ടിയ സംശയങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തത്. അപ്പം ഇനി എന്തെങ്കിലും സംശയം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കമൻറ്റിൽ നിങ്ങളുടെ സംശയങ്ങൾ കൊടുക്കുകയാണെങ്കിൽ മാക്സിമം നേരത്തെ തന്നെ അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിവേ സ്റ്റേ ട്യൂൺ ടു അബീസ് UK ചാനൽ. ബൈ.